5 മണി. ഞാൻ ഓടാൻ തുടങ്ങിയിട്ടൊരു 3-4 ആഴ്ചയെങ്കിലും 4 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ മാക്സിമം 4.5 കിലോമീറ്റേഴ്സ് വരെ ആയിട്ടുള്ളൂ. ഇന്ന് 6 കിലോമീറ്റേഴ്സ് ആക്കാനാണ് എൻ്റെ പ്ലാൻ. അതിന് മാക്സിമം ട്രൈ ചെയ്യും. ഇപ്പോഴും ആദ്യത്തെ ഒരു 1-1.5-2 കിലോമീറ്റർ ഒക്കെ നമുക്ക് എനിക്ക് ചെറിയൊരു ഡിസ്കംഫേർട്ട് ഉണ്ട്. അത് ചെറിയൊരു പെയിനൊക്കെയാണ്. പക്ഷെ നമുക്ക് ഒരു ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ആ 2 കിലോമീറ്റേഴ്സ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല, പെയിൻ എല്ലാം പോകുന്ന പോലെ തോന്നും. ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും സ്കിപ്പ് ചെയ്ത് കളയുന്ന ഒരു ഫ്ലൈ ഓവർ, അത് കാണുമ്പോൾ തന്നെ ഞാൻ എപ്പോഴും ചെയ്യാറ് സർവീസ് ഓവർ എടുത്ത് പോയിട്ട് കറങ്ങി തിരിച്ചു വരെ ചെയ്യാറ്. പക്ഷെ ഇന്ന് ഞാൻ ആ ഫ്ലൈ ഓവർ കയറി ഓടി. കൂടുതൽ കാലറി അവിടെ എന്തായാലും സ്പെൻഡ് ആവും. കാരണം അത്രയ്ക്ക് പ്രഷർ കാലിലും ബോഡിക്കും കൊടുത്താലാണ് നമുക്ക് അത് കയറി ഇറങ്ങാൻ പറ്റുള്ളൂ. നമ്മൾ അപ്പ് ഹിൽ റൺ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഒരു ഫ്ലാറ്റ് റണ്ണിന് പോകുമ്പോൾ ആക്ടിവേറ്റ് ആവാത്ത പല മസിൽസും ആക്ടിവേറ്റ് ആവും. കാരണം ഹാംസ്ട്രിങ്സ് ആയാലും കോറായാലും എല്ലാം ആക്ടിവേറ്റ് ആവും. അതിൻ്റെ ഒപ്പം തന്നെ ഹാർട്ടിൻ്റെയും ലങ്സിൻ്റെയും കപ്പാസിറ്റി കൂടുന്നുള്ളൊരു ഡൗട്ടൊന്നുമില്ല. കാരണം ഹാർട്ടിന് കൂടുതൽ ബ്ലഡ് പമ്പ് ചെയ്തേ പറ്റൂ. എനിക്ക് തോന്നുന്നു നമ്മൾ ജിമ്മിലൊക്കെ സ്ക്വാട്ടൊക്കെ ചെയ്യുന്നതിന് തുല്യമായിരിക്കും ചിലപ്പോൾ അപ്പ് ഹിൽ റൺ ചെയ്യുന്നത്. അപ്പ് ഹില്ലൊക്കെ പോയതുകൊണ്ട്, അപ്പ് ഹിൽ എന്ന് പറഞ്ഞാൽ ഹില്ലൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്, സാധാരണ ഒരു ഫ്ലൈ ഓവർ മാത്രമാണ്. 1 2 ഉണ്ടായിരുന്നു. ആ പോകുന്ന സമയത്ത് ആദ്യം ഒരു ഫ്ലൈ ഓവറും പിന്നെ ഒരു ബ്രിഡ്ജും ഉണ്ടായിരുന്നു. നമ്മുടെ ബ്രെയിനിന് ഡിസ്കംഫേർട്ടിൽ കൂടെയും പുഷ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു, ബ്രെയിനിന് മാത്രമല്ല ബ്രെയിനിൽ കൂടെ നമ്മുടെ ബോഡിക്കും പുഷ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നത് ശരിക്കും ഇപ്പോഴാണ്. 5 കിലോമീറ്റേഴ്സ് ആയപ്പോഴേ എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. 5 കിലോമീറ്റേഴ്സ് എല്ലാവർക്കും 5 കിലോമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അത് വലിയ ദൂരമൊന്നും അല്ലായിരിക്കും. ബട്ട് ഒരു ബിഗിനറിനെ സംബന്ധിച്ചോളം 5-6 കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല ദൂരമാണ്. സിക്സ് കിലോമീറ്റേഴ്സ് ആയി. ഈ ആപ്പിൽ ലൗഡ് സ്പീക്കറിൽ അനൗൺസ് ചെയ്യും ഡിസ്റ്റൻസും കാഡൻസും എല്ലാം. എവിടെ എത്തിയെന്നറിയില്ല. സിക്സ് കിലോമീറ്റേഴ്സ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം ഒരു മൈൽ സ്റ്റോണാണ്. കാരണം എനിക്ക് 3 to 4 or 4.5 ആയിരുന്നു മാക്സിമം കഴിഞ്ഞ ആഴ്ച വരെ. പിന്നെ അടുത്ത മാസം ഇവിടെ ഒരു മാരത്തൺ ഉണ്ട്. അത് 10 കിലോമീറ്റേഴ്സാണ്. ഞാൻ 6 ആയിട്ടുള്ളൂ. ബട്ട് അപ്പോഴത്തേക്കും ഒരു 9-10 കിലോമീറ്റേഴ്സ് ആക്കി എടുക്കാൻ പറ്റുന്നതാണ് എൻ്റെ പ്രതീക്ഷ. കാഫ്സിന് നല്ല വേദനയുണ്ട്. വേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂസ് ടു ആയ പോലത്തെ ഒരു വേദന. എനിക്ക് തോന്നുന്നത് കുറച്ച് സ്ട്രെച്ച് ചെയ്യുമ്പോഴത്തേക്കും ശരിയാവും.